വെൽക്കം ടു സിനിമോസഫി. ലോകയെക്കുറിച്ച് ഇനിയൊരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ്. റിലീസ് സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു. പിന്നീട് തനിലോകം ഉറക്കാരി എന്ന പാട്ടിന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോയും ചെയ്തിരുന്നു. അത് തന്നെ കൂടുതലാണെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ OTTയിൽ കണ്ടപ്പോഴാണ് നീരയുടെ ഷെൽഫിലുള്ള ഒരു പുസ്തകം ശ്രദ്ധയിൽപ്പെട്ടത്. നല്ല പുസ്തകമായതിനാലും ആ പുസ്തകത്തിന് ലോക യൂണിവേഴ്സുമായി വളരെ ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ടും ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. അല്പം വട്ടുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന പുസ്തകമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകയുടെ ഹിഡൻ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ചന്ദ്ര തന്റെ പുതിയ താമസ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. സ്വീഡനിൽ നിന്നാണ് അവൾ വന്നതെന്ന് സണ്ണിയോട് മറ്റൊരവസരത്തിൽ പറയുന്നുണ്ട്. അവൾക്ക് വേണ്ട സംഗതികളെല്ലാം മൂത്തോൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ബംഗളൂരുവിൽ താമസിക്കാനുള്ള ഫ്ളാറ്റും റെഡിയാക്കിയത് മൂത്തോൻ തന്നെയാണ്. അവൾക്ക് വേണ്ട എല്ലാ സംഗതികളും ആ ഫ്ളാറ്റിലുണ്ട്. ബുക്ക് ഷെൽഫിനു പുറകിലായുള്ള രഹസ്യ അറയിലാണ് അവളുടെ ഹിഡൻ ഐഡന്റിറ്റിക്ക് ആവശ്യമായുള്ള സംഗതികൾ ഉള്ളത്. ആ ബുക്ക് ഷെൽഫിലേക്ക് അല്പനേരം ചന്ദ്ര നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ബുക്ക് ഷെൽഫിലുള്ള പുസ്തകങ്ങളിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത്. പ്രധാനമായും 4 പുസ്തകങ്ങളാണ് അതിൽ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. 1 ബൈബിൾ, 2 ഖുർആൻ, 3 ഭഗവത്ഗീത. ഈ 3 പുസ്തകങ്ങളുടെയും പ്രാധാന്യം നമുക്ക് അറിയാവുന്നതാണ്. ലോകത്തെ പ്രധാന 3 മതങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് അവ 3. അതിനോടൊപ്പം 4മതായി ഒരു പുസ്തകം കൂടി ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ദ ഗോഡ്സ് വെർ ആസ്ട്രോനോട്ട്സ് എന്ന പുസ്തകമാണ് 3 വിശുദ്ധ ഗ്രന്ഥങ്ങളോടൊപ്പം സിനിമയിൽ കാണിക്കുന്നത്. എറിക് വോൺ ഡാനിക്കൻ എന്ന സ്വീഡൻ റൈറ്ററുടേതാണ് ഈ പുസ്തകം. ഒരുപക്ഷെ ലോക യൂണിവേഴ്സ് തന്നെ ഉണ്ടാകാൻ കാരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടിലേക്ക് മേക്കേഴ്സ് എത്താൻ കാരണം ഈ പുസ്തകമായിരിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പുസ്തകം. അദ്ദേഹം വെറും ഒരു ഫിക്ഷണൽ റൈറ്റർ അല്ല. 100% അയാൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തെളിവുകളുടെയും ചോദ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുകയാണ് എറിക് ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കും പോലെ ദൈവങ്ങളെല്ലാം അന്യഗ്രഹ ജീവികളാണ് എന്നാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ലോകത്തെ എല്ലാ മതങ്ങളിലും മിത്തുകളിലും പറയുന്ന ദൈവങ്ങളും മാലാഖമാരും അന്യഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന വിസിറ്റേഴ്സ് ആയിരുന്നു എന്നാണ് ഈ പുസ്തകം പറയുന്നത്. അവരെ മനുഷ്യൻ തെറ്റിദ്ധരിച്ച് ദൈവമായി ആരാധിക്കുകയായിരുന്നു എന്നാണ് ഈ പുസ്തകം പറയുന്നത്. അനേകം പുരാതന ഗുഹാചിത്രങ്ങളിൽ ഉണ്ടായിരുന്ന UFOകളെ കോഡ് ചെയ്താണ് എറിക് ഈ തിയറി അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, പിരമിഡ്, സ്റ്റോൺ ഹെഞ്ച്, നാസ്ക ലൈൻസ് തുടങ്ങിയ ഇന്നും ഉത്തരം കിട്ടാത്ത എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ തിയറിക്ക് തെളിവായി ഉദ്ധരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ അറിവനുസരിച്ചുള്ള എഞ്ചിനീയറിംഗ് അല്ല ഈ നിർമ്മിതികളുടേതെന്നാണ് എറിക് വാദിക്കുന്നത്. നാസ്ക ലൈൻസ് ഒക്കെ കണ്ടാൽ ആ വാദം തെറ്റാണെന്ന് പറയാനും പറ്റില്ല. വേണമെങ്കിൽ ഏലിയൻ പാറ്റേൺസ് വരെ ആ ലൈൻസിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. മിത്തോളജികൾ എല്ലാം ഈ ഒരു സത്യത്തിന്റെ നേരിയ ഓർമ്മ മാത്രമാണെന്നാണ് എറിക് ഈ പുസ്തകത്തിന്റെ അവസാനം പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു ആശയം തന്നെയാണ് ലോക സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നത്. എല്ലാ ഐതിഹ്യങ്ങളിലും സത്യത്തിന്റെ ഒരു കണിക ഉണ്ടാകും എന്നാണ് സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത്. ബുക്ക് ഷെൽഫിൽ ഒരു പുസ്തകം കൂടെ ഔട്ട് ഓഫ് ഫോക്കസിൽ കാണിക്കുന്നുണ്ട്. ഇമ്പോസിബിൾ ട്രൂത്ത്സ്. അതും എറിക് വോൺ എഴുതിയത് തന്നെയാണ്. അതിലും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളെല്ലാം ഒരിക്കൽ ഇതര ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്കെത്തി നമ്മളെ സന്ദർശിച്ചവരാണ്. അവർ അത്രയും അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അവരെ നമ്മൾ ദൈവങ്ങളായി തെറ്റിദ്ധരിക്കുകയായിരുന്നു. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഈ പുസ്തകം വായിച്ച് പിരമിഡിനെയും മാച്ചു പിച്ചുവിനെയും കുറിച്ചൊക്കെ റിസർച്ച് ചെയ്താൽ കിളി പറന്നു പോകുമെന്ന് ഉറപ്പാണ്. താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. 2 പുസ്തകങ്ങളും ആമസോണിൽ ലഭ്യമാണ്. ഈ ഒരു തിയറി തന്നെയാണ് സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്ന ആനിമേഷനിലൂടെ പറയുന്നത്. മൂത്തോനടക്കമുള്ളവർ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്നവരാണ്. ഇഷ്താറും മൂത്തോനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഇഷ്താർ മനുഷ്യരെ അടിമകളായി കണ്ട് അവരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചപ്പോൾ മൂത്തോൻ മനുഷ്യർക്ക് അറിവും സ്വാതന്ത്ര്യവും നൽകി. ആ കാരണത്താൽ ഇഷ്താറും മൂത്തോനും ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്നത്. ഒടിയനെയും ചാത്തനെയും എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് പുസ്തകങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇനി സിനിമയിൽ ശ്രദ്ധിച്ച ഇൻട്രസ്റ്റിംഗ് ആയ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം. ആദ്യം കഥാപാത്രങ്ങളുടെ പേരുകൾ തന്നെ എടുക്കാം. എല്ലാം തന്നെ ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട പേരുകളാണ്. സണ്ണി എന്നത് സൂര്യനാണ്, ചന്ദ്ര എന്നത് ചന്ദ്രനാണ്, വേണു എന്നത് ശുക്രനാണ്. ഇങ്ങനെ പ്രധാന കഥാപാത്രങ്ങളുടെ പേരുകളെല്ലാം ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ചന്തുവിന്റെ കഥാപാത്രമായ വേണു ധരിക്കുന്ന ചെയിനിന്റെ ലോക്കറ്റ് ഹാരി പോട്ടർ യൂണിവേഴ്സിലെ ഡെത്ലി ഹാലോസിന്റെ സിംബലാണ്. ആ കഥാപാത്രത്തിന് ഹാരി പോട്ടർ യൂണിവേഴ്സിനോടുള്ള ഇഷ്ടം മാത്രമല്ല ഇത് കാണിക്കുന്നത്, മരണത്തെ ജയിക്കുന്നവൻ എന്നാണ് ആ സിംബലിന്റെ അർത്ഥം. കൂട്ടുകാരനു വേണ്ടി സ്വയം മരണം വരിക്കാൻ തയ്യാറായവനാണ് വേണു.
ചന്ദ്രയുടെ ക്യാരക്ടറിന് നൽകിയിരിക്കുന്ന കളർ ഡീറ്റെയിലിംഗും ഇൻട്രസ്റ്റിംഗ് ആണ്. ചുവപ്പോ അതിനോട് ചേർന്ന കളറുകളുമാണ് ചന്ദ്രക്ക് അധിക സമയം നൽകിയിരിക്കുന്നത്. അവൾ പോകുന്ന വഴികൾ, ധരിക്കുന്ന ഉടുപ്പുകൾ, എന്തിന് ഫ്ലാറ്റിന്റെ ലൈറ്റിംഗ് പോലും ചുവപ്പാണ്. ചന്ദ്രയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സീനിൽ അവളെ കാളിയമ്മ എന്ന് വിളിച്ച് ഒരു സ്ത്രീ തൊഴുതു നിൽക്കുന്നുണ്ട്. അധികാരത്തിന്റെയും ശക്തിയുടെയും നിറമാണ് ചുവപ്പ്. ചന്ദ്ര എന്ന ക്യാരക്ടറിന്റെ സ്ട്രെങ്ത്തും പവറും വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ചുവപ്പ് നിറത്തിൽ ഡീറ്റെയിലിംഗ് നൽകിയിട്ടുള്ളത്. സണ്ണി വെയിനിന്റെ കഥാപാത്രമായ കത്തനാർ എഴുതുന്ന അതേ താളിയോലകൾ തന്നെയാണ് വിജയരാഘവൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ബുക്കാക്കുന്നത്. ഈ പുസ്തകമാണ് ദ ലിവിങ് എമംഗ് അസ്. ഈ കഥകളൊക്കെ എങ്ങനെ അപ്പാപ്പൻ അറിയാമെന്ന് കൊച്ചുമകൾ ചോദിക്കുമ്പോൾ ഒരു ബുക്ക് കിട്ടി, ഒരു പള്ളിയിലച്ഛൻ എഴുതിയ ബുക്കാണെന്ന് വിജയരാഘവന്റെ കഥാപാത്രം പറയുന്നുണ്ട്. ഇതേ പുസ്തകത്തെക്കുറിച്ചാണ് രഘുനാഥ് പാലേരിയുടെ കഥാപാത്രം പറയുന്നത്. ഐതിഹ്യമാലയേക്കാൾ വിവരങ്ങൾ ഉള്ള പുസ്തകമാണ് എന്ന്. കടമുറ്റത്ത് കത്തനാർ തന്നെ ഐതിഹ്യമാലയിലെ കഥാപാത്രമാണെന്ന് ഓർക്കണം. ആ ഒരു ഫ്ലിപ്പിംഗ് സിനിമയുടെ കോർ ഫിലോസഫിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഏതൊരു മിത്തിലും സത്യത്തിന്റെ ഒരു കണികയുണ്ട്. കത്തനാർ നീലിയോട് നമുക്കൊരാളെ കാണണമെന്ന് പറയുമ്പോൾ നീലി ചോദിക്കും ആരെയെന്ന്. അപ്പോൾ മൂത്തോൻ എന്ന് കത്തനാർ പറയുമ്പോൾ ക്യാമറ ചെല്ലുന്നത് ജീസസിന്റെ ചിത്രത്തിലേക്കാണ്. ഈ കാര്യം മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽസ് പറയാനുണ്ട്. ജീസസിന്റെ സാധാരണ നമ്മൾ കാണുന്ന ചിത്രമല്ല സീനിലുള്ളത്. 6-ാം നൂറ്റാണ്ടിൽ വരക്കപ്പെട്ട ജീസസിന്റെ ഒരു പെയിന്റിംഗ് ആണിത്. സാധാരണയായി ഈ പെയിന്റിംഗ് അധിക ഇടങ്ങളിലും കാണാറില്ല. കോസ്മിക് പവറായാണ് ഇതിൽ ജീസസിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. സീനാ പർവ്വതത്തിൽ വെച്ച് മോസസിനു മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞ വാചകമാണ് പെയിന്റിങ്ങിൽ ജീസസിന്റെ തലക്കു ചുറ്റും അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഞാൻ തന്നെയാകുന്നു എന്നതാണ് അതിന്റെ മലയാളം. ഗ്രീക്ക് ലെറ്റേഴ്സാണിത്. മൂത്തോൻ എന്ന് പറയുമ്പോഴാണ് ഈ ചിത്രത്തിലേക്ക് ക്യാമറ തിരിയുന്നത്. അതിൽ എഴുതിയിട്ടുള്ളതാകട്ടെ ഞാൻ തന്നെയാകുന്നു എന്നും. മാൻ ഫ്രം എർത്ത് തിയറി ഏകദേശം ഉറപ്പാണെന്ന് തോന്നുന്നു. മറ്റൊരു കാര്യം ചന്ദ്രയുടെ കയ്യിലുള്ള പെട്ടിയാണ്. ആ പെട്ടി നമ്മൾ ആദ്യം കാണുന്നത് കത്തനാരുടെ കയ്യിലാണ്. കത്തനാർ അവൾക്ക് കൈമാറിയതാകാം ഇത്. ആ പെട്ടിയിൽ എഴുതിയിരിക്കുന്നത് ഒരു ലാറ്റിൻ ഫ്രേസ് ആണ്. ഒംനിയ ഇൻ സോംനിയോ എന്നാണ് ആ പെട്ടിയിൽ എഴുതിയിരിക്കുന്നത്. എല്ലാം ഒരു സ്വപ്നത്തിൽ എന്നാണ് ഇതിന്റെ മലയാളം. ഈ വാചകത്തിന് ലോക യൂണിവേഴ്സുമായി ചെറുതല്ലാത്ത ബന്ധമുണ്ടെന്ന് തോന്നുന്നു. പലപ്പോഴായി ഈ പെട്ടിയിലെ വാചകം കാണിക്കുന്നുണ്ട്. വരുന്ന ഭാഗങ്ങളിൽ ചിലപ്പോൾ വെളിപ്പെട്ടേക്കാം. മേൽപ്പറഞ്ഞ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. വീണ്ടും സിനിമ കണ്ടപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ പങ്കുവെച്ചെന്ന് മാത്രം. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും ലോക എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഫിലോസഫി, ഐഡിയോളജി, അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇത്തരം വീഡിയോസ് താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.